സാറിനെ ഓർക്കുന്നു, കൂടാതെ ലിജിത് സാറിനെ ഓർക്കുന്നു, മറ്റുള്ള എല്ലാ സ്റ്റാർ പേൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ലീഡേഴ്സിനെ ഈ സേവനത്തിൽ ഓർക്കുന്നു, കൂടാതെ റോയൽറ്റി ലീഡേഴ്സ്, വൈറ്റ് ലെവൽ ആയിട്ടുള്ള ലീഡേഴ്സ് തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. അതുകൂടാതെ വൈറ്റ് ലെവൽ ലീഡേഴ്സ്, പിന്നെ എന്താ പറയുക, പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാര്, എന്നെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ ആൾക്കാരെ എല്ലാവരെയും ഞാൻ ഈ പവിത്രം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ത്രിമൂർത്തികൾ. നമ്മുടെ ത്രിമൂർത്തികളായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് റാഫി സാറ്, വെഞ്ഞാറമൂട് ബിനു സാറ്, ശ്യാം സാർ. കൂടാതെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ലേഡി ലീഡർ ഉണ്ട്, അജിത മാഡം. എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ നമ്മുടെ ടീമിലുള്ള എല്ലാ ആൾക്കാരുടെയും പർച്ചേസ് വോളിയവും നിരന്തരം നോക്കി, അല്ലെങ്കിൽ ഏത് ലെവലിലേക്ക് അടുക്കുന്നു, എങ്ങനെയൊക്കെയുള്ള വളരെ ഒരു മാർഗനിർദ്ദേശം തരാൻ നമ്മളോടൊപ്പം എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അജിത മാഡം. അജിത മാഡത്തെയും ഈ പ്രോഗ്രാമിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് സന്ധ്യ മാഡത്തെയാണ്. കാരണം എപ്പോഴും എൻ്റെ കുഴപ്പമുണ്ട്. ഒരുപക്ഷെ സന്ധ്യ മാഡം കൂടുതൽ അനിവാര്യമാണ്. കാരണം ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് തന്നെ വേണം, ഫാമിലി ആയിട്ട് തന്നെ വേണം നമ്മൾ പോവാൻ. കാരണം അല്ലെങ്കിൽ അതിൻ്റെതായുള്ള ദോഷവശങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ ചില ഭാഗത്ത് എനിക്കൊന്ന് കടിഞ്ഞാണിടാനും ഒന്ന് ബ്രേക്ക് ചെയ്യാനൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സത്യ മാഡം. പുള്ളിക്ക് എൻ്റെ അടുത്തുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോ എന്നെ സംബന്ധിച്ചാൽ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആരോഗ്യം എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് എടുക്കാനാണ്. കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ആരോഗ്യം, അത് പാലിച്ചുകൊണ്ട് പോകേണ്ട കാര്യം എന്തൊക്കെയാണ്. അതിന് മുന്നായിട്ട് ഞാൻ ഈ ആർസിമിനെ കുറിച്ച്, ഈ നന്മയെ കുറിച്ച് ഒരു 2 വാക്ക് പറയാം. ആർസിം എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. എല്ലാ തലങ്ങളിലുള്ള ഒരു സംസ്കാരം. അതിൽ ഹൈജീൻ ഉണ്ട്, ആരോഗ്യമുണ്ട്, വരുമാനമുണ്ട്, സ്വയം പര്യാപ്തത, സ്ത്രീ ശാക്തീകരണം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, ലഹരി നിർമ്മാർജ്ജനം, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിസ്റ്റം. ഇതെല്ലാം ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. എല്ലാ തലങ്ങളിലുള്ള ഒരു ഹൈജീൻ. ഈ ഹൈജീൻ എന്ന് പറയുമ്പോൾ എല്ലാ തലങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ആരോഗ്യത്തിലുണ്ട് ഹൈജീൻ, ആഹാരത്തിലുണ്ട് ഹൈജീൻ, ഭൂമിക്ക് അതിൻ്റെതായ ഒരു ഹൈജീൻ ഉണ്ട്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ വരുമാനത്തിലുണ്ടൊരു ഹൈജീൻ. നമ്മുടെ വരുമാനത്തിലുള്ള ഹൈജീൻ ഏറ്റവും പ്രധാന പെർഫെക്റ്റ് ആയിട്ടുള്ള മണിയാണ്, സിൻസിയർ ആയിട്ടുള്ള മണിയാണ്, വിയർപ്പിൻ്റെതായുള്ള അർത്ഥത്തിന്റെ മണിയാണ്. അതാണ് നമ്മുടെ വരുമാനത്തിലുള്ള ഹൈജീൻ എന്ന് പറയുന്നത്. പിന്നെ സാമൂഹ്യ ആരോഗ്യം, സാമ്പത്തിക ആരോഗ്യം, ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് ഒപ്റ്റിമം ഹെൽത്ത്, മികച്ചത്, ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ പറയേണ്ടത്. ഈ എല്ലാ സംഗതികളും കൂടി ഒത്തുചേരുന്ന ഒരു മിറാക്കിൾ പ്ലാറ്റ്ഫോമാണ് ആർസിഎം. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ള ആർസിഎം എന്ന് പറഞ്ഞ ഒരു ബിഗ് യൂണിവേഴ്സിറ്റി. ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം, എല്ലാ സബ്ജക്റ്റുകളും വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അതായത് ഒരു കുഞ്ഞ് പിറവിയെടുക്കാനുള്ള അവസ്ഥ മുതൽ, ഭ്രൂണാവസ്ഥ മുതൽ, കുഞ്ഞ് ജനിച്ച് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് മരിക്കുന്നത് വരെയുള്ള ആ ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടിയ എല്ലാ സെഗ്മെന്റുകളാണ് നമുക്ക് ആർസിഎമ്മിലുള്ളത്. ഒന്നും മാറ്റിവെക്കാനില്ല. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നിപ്പോ ഞാനിവിടെ പ്രതിപാദിക്കാൻ സ്പീഡിന് പോയേ പറ്റുമെന്ന് തോന്നുന്നു. 6:20 ഇന്നിപ്പോ ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന പ്രധാനമായിട്ട് ഫ്രീ റാഡിക്കൽസ്, ആന്റി ഓക്സിഡൻസ്. അതിനിടയ്ക്ക് ഓക്സിഡേഷൻ വരും, ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരും, പിന്നെ നമുക്കുള്ള സമകാലിക വിഷയങ്ങളും കോട്ട് ചെയ്തുകൊണ്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതായത് എല്ലാ രോഗങ്ങളിൽ നിന്നും, രോഗലക്ഷണങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനം. അതാണ് ഒപ്റ്റിമം ഹെൽത്ത്.
മികച്ച ആരോഗ്യം. എൻജോയ് ലൈഫ് വിത്ത് ഒപ്റ്റിമം ഹെൽത്ത്. നമുക്ക് ജീവിതം ആസ്വദിക്കണമെങ്കിൽ മികച്ച ആരോഗ്യം ഉണ്ടായിരിക്കണം. എല്ലാം ഉണ്ട്, പക്ഷെ ആരോഗ്യം ഇല്ലെങ്കിലോ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിനെന്താ വേണ്ടേ? ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ് ആൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സിനെ ഒന്ന് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ചേഞ്ച് ആയി മാറും. അതായത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ചികിത്സയൊക്കെ നല്ലത് രോഗം വരുന്ന റൂട്ടിനെ തടയുക. അത് തന്നെയാണ് നമ്മുടെ സിസ്റ്റം. അതായത് ആരോഗ്യം, സേവനം, ആസ്വാദനം, ജീവിതം, സംസ്കാരം, ഇതെല്ലാം നേടണമെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടായിരിക്കണം. അതായത് സമ്മർദ്ദമില്ലാത്ത ഒരു ജീവിതം, മാനസിക സമ്മർദ്ദമില്ലാത്ത ജീവിതം. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത്? നല്ല ഉറക്കം, ഗുഡ് സ്ലീപ്പ്, എക്സർസൈസ്, ഫുഡ്, ഫാസ്റ്റിംഗ്, പൊല്യൂഷൻ ഫ്രീ ആയിരിക്കണം. അവോയ്ഡ് മെഡിസിൻ. മരുന്നുകളെ ഒഴിവാക്കണം, പൊല്യൂഷനെ ഒഴിവാക്കണം, സ്ട്രെസ് ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടായിരിക്കണം, നല്ല ഉറക്കം ഉണ്ടായിരിക്കണം. ഇത് മാത്രമല്ല, നല്ല ചിന്തകൾ ഉണ്ടായിരിക്കണം. നമ്മുടെ ചിന്തകൾ നന്നായിരിക്കണം. അപ്പോൾ ലക്ഷ്യം നന്നാവും. ലക്ഷ്യം നന്നായാൽ മാർഗവും നന്നാവും. മാർഗം നന്നായാൽ പ്രവൃത്തി നന്നാവും. അതോടൊപ്പം നമ്മുടെ സ്പീച്ച്, സംസാരം, ഇതെല്ലാം കൂടി ഒത്തു വന്നാൽ മാത്രമേ ഒപ്റ്റിമം ഹെൽത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാം ഒത്തുവരുന്ന ഒരു മിറാക്കിൾ പ്ലാറ്റ്ഫോമാണ് RCM. അത് മെന്റലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി, ഇമോഷണലി, സോഷ്യലി തുടങ്ങി എല്ലാ മേഖലകളിലുള്ള ഒരു വെൽ ബീയിങ്, ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ അവസ്ഥ. അതാണ് മാനസികാരോഗ്യം. അതാണ് ഹെൽത്ത്. അത് ഈ ഹെൽത്ത് കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ ഞാൻ എപ്പോഴും സയൻസിനെ കോട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അത് നമ്മൾ ആരോഗ്യം പറയുമ്പോൾ അങ്ങനെ വരും. കാരണം നമ്മളെ നിയന്ത്രിക്കുന്നതെല്ലാം ഹോർമോൺസ് ആണ്. ഈ ആരോഗ്യം എല്ലാ മേഖലയിൽ നിന്നും കിട്ടേണ്ടുന്ന പ്രധാനമായും ആഹാരം, ഗുഡ് ഹെൽത്ത്, ഗട്ട് ഹെൽത്ത്, നമ്മുടെ കുടലിന്റെ ആരോഗ്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുടലിന്റെ ആരോഗ്യം. കുടൽ തലച്ചോറ് ബന്ധം എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. തലച്ചോറ് കുടൽ ബന്ധം ഡയറക്റ്റ് പ്രോപ്പർ ചാനലാണ്. അതായത് ഗട്ട് ആൻഡ് ബ്രെയിൻ ഹെൽത്ത്. അതിൽ ഏറ്റവും നമ്മുടെ ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ ഓർഗൻ എന്ന് പറഞ്ഞ ബ്രെയിനാണ്. അതായത് സെൻട്രൽ കമാൻഡ് സെന്റർ, അത് ബ്രെയിനാണ്. ബ്രെയിനിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, നമുക്ക് ചലിക്കാൻ പറ്റൂ. ഞാൻ ഇന്ന് ഇവിടുന്ന് ക്ലാസ് എടുക്കണമെങ്കിൽ തന്നെയും എന്റെ ബ്രെയിനിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചും ആ സിഗ്നൽസ് അനുസരിച്ച് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അത് സിസ്റ്റമാണ്. ഹോർമോൺസ് നിറഞ്ഞാണ്, ഗ്രന്ഥികൾ നിറഞ്ഞതാണ്. നമുക്ക് പല അവയവ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളെല്ലാം കൂടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ നിലനിൽക്കുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഹോർമോൺസ്. ഈ ഹോർമോൺസിന്റെ സിഗ്നൽ അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഹാരം കഴിക്കുന്നു, അല്പം മിസ്റ്റേക്ക് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിസൺ നിറഞ്ഞ ആഹാരം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ആഹാരം ആമാശയത്തിലേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കുടലിലേക്ക് ചെല്ലുന്നു. അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഫുഡാണെങ്കിൽ അപ്പോഴേ സിഗ്നൽ കൊടുക്കും, ബ്രെയിന് സിഗ്നൽ കൊടുക്കും. എന്നെ കൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ എല്ലാ ഓർഗൻസിലേക്കും അപ്പോൾ എന്താ ചെയ്യുന്നത്? ബ്രെയിൻ സിഗ്നൽസ് കൊടുക്കുക. എല്ലാം സിഗ്നൽസിന്റെ ഒരു കളിയാണ്. ഈ സിഗ്നൽ കൊടുക്കുമ്പോൾ ലിവറിന്റെ ഭാഗത്തും കുറെ സിഗ്നൽസ് അങ്ങോട്ട് നമ്മളെ തമ്മിൽ റിലേറ്റഡ് ആയി നിൽക്കും. നമ്മുടെ ഓർഗൻസ് എല്ലാം റിലേറ്റഡ് ആയി നിൽക്കും. ഇതെല്ലാം ചെന്ന് എത്തുന്നത് നമ്മുടെ മാസ്റ്റർ ഓർഗനായ ബ്രെയിനിലാണ് ചെത്തിനിരിക്കുന്നത്. അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂ. അതാണ് നമ്മൾ. ആ ഓർഗൻസിനെ കറക്റ്റ് ആയിട്ട് പരിപാലിച്ചു കൊണ്ട് നാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തം. അതായത് ഈ കുടൽ തലച്ചോറിലെ ബന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിലെ പ്രധാനമായിട്ടും 100
നൂറുകണക്കിന് ആയിരക്കണക്കിന് ബാക്ടീരിയാസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, പ്രോബയോട്ടിക്സ്. അത് ബിഫിഡ ബാക്ടീരിയം, ലാക്ടോബാസിലസ്, ബിഫിഡം, അങ്ങനെ പ്രധാനപ്പെട്ട 5 ബാക്ടീരിയ. ഒരുപാട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ബാക്ടീരിയാസ് ഉണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാക്ടീരിയാസ്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 50-ൽ പുറത്ത് ഹോർമോൺസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഉള്ളതുമാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും ഫംഗസുകളുടെയും ഗ്രോത്തിന് പറ്റിയ ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോഴും. ഇപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പെട്ടാണ് ഈ റെയിനി സീസൺ. ഇപ്പൊ നമ്മൾ ധാരാളം കേൾക്കുന്നതാണ് വൈറസുകളെ കുറിച്ചും ബാക്ടീരിയസിനെ കുറിച്ചും. അതായത് ഭൂമിയുടെയും പ്രകൃതിയുടെയും മനുഷ്യന്റെയും പ്രതിരോധ സംവിധാനം പാടെ തകർക്കുന്ന ഒരു ക്ലൈമറ്റാണ് നമുക്ക് ഇപ്പോഴുള്ളത്. ഇപ്പൊ വൈറസുകളുടെ കാലമാണ്. അതില് നമ്മൾ ഇപ്പൊ ഒരുപാട് വൈറസുകൾ കേൾക്കുന്നുണ്ട്. കൊറോണ വൈറസ് കേൾക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ കേൾക്കുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് വൈറസിനെ കേൾക്കുന്നുണ്ട്, റോട്ട വൈറസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, പാപ്പുലർ വൈറസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, റാബീസ്, ഹെർപ്പീസ്, HIV, അഡിനോ വൈറസ്, വെസ്റ്റ് നൈൽ വൈറസ്, മീസിൽസ്, സാൽമണല്ല, പിന്നെന്താ പറയാ സാഴ്സ് വൈറസ്, സിക്ക വൈറസ്, പിന്നെ ഇപ്പൊ പ്രധാനമായിട്ടും എബോള വൈറസ്, പിന്നെ നിപ്പ നടന്നു. പക്ഷെ നിപ്പ വൈറസിനെ കുറിച്ച് ഇന്നലെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. ഈ നിപ്പ വൈറസിന്റെ ഉറവിടം തേടി പോയിട്ട് എങ്ങും കണ്ടു. പക്ഷെ നിപ്പ വൈറസ് കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉറവിടം എവിടുന്നാണെന്നുള്ള, അതിന്റെ സോഴ്സ് എവിടുന്നാണെന്ന് ഇതുവരെയും ഒരു സയന്റിസ്റ്റിനും അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ നിപ്പ വൈറസ് വവ്വാലിൽ നിന്നും മറ്റും പക്ഷി മൃഗാദികളിൽ നിന്നും പകരുന്നു എങ്കിലും അത് RNA വിഭാഗത്തിൽപ്പെട്ട